മഴയിലേക്ക് പോകാം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും നല്ല മഴയുണ്ട്. അപ്പോൾ വടക്കൻ കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് എന്നുള്ളത് നമുക്കൊരു മാപ്പിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കാം. പ്രേക്ഷകർക്ക് ഇവിടെ ആ മാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മാപ്പിൽ നോക്കുമ്പോൾ ബാക്കി ആകെ 3 ജില്ലകളിലാണ് നമുക്ക് യെല്ലോ അലേർട്ട് കാണാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമാണ് മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലേർട്ടാണ് അവിടെയുള്ളത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും മഴ വരുമ്പോൾ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് ജനങ്ങൾ ആ ഒരു ജാഗ്രത പാലിക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊന്നും തന്നെ മുന്നറിയിപ്പുകൾ ഇല്ല. ഇനി ഈ ഒരു തൃശ്ശൂരിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ കനത്ത മഴയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രേക്ഷകരെ, ഈ ഒരു മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റും സാധ്യതയുണ്ട്. അപ്പോൾ പലയിടത്തും മരങ്ങളൊക്കെ കടപുഴകി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണുക. ഈ മുന്നറിയിപ്പുകൾ ദയവ് ചെയ്ത് അവഗണിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ പറയും, ഈ മുന്നറിയിപ്പ് പോലെയൊന്നും നടക്കാറില്ലല്ലോ, മഴ ഇല്ലെന്ന് പറഞ്ഞിടത്ത് മഴ വരും, മഴ ഉണ്ടെന്ന് പറഞ്ഞിടത്ത് മഴയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എങ്കിൽ കൂടി കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ. അപ്പോൾ എന്തായാലും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, ഒന്ന് കരുതിയിരിക്കുക എല്ലാവരും. അപ്പോൾ ഈ ഒരു മഴ തുടരുന്നുണ്ട് സംസ്ഥാനത്ത്. തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി. ഇപ്പോൾ കോഴിക്കോട് നിന്ന് രാഹുൽ കെ വി ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയുണ്ട്. അത് നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ, കോഴിക്കോട് ഇപ്പോൾ മഴയുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ആ മുന്നറിയിപ്പ് പോലെ തന്നെയാണ്. രാത്രിയിലുടനീളം തുടർച്ചയായി മഴയായിരുന്നു. ശക്തമായ മഴ മലബാറിലെ എല്ലാ ജില്ലകളിലും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുൻപാണ് ശക്തമായൊരു മഴ പെയ്ത് തോർന്നത്. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസമാണ്. കർക്കിടക മാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ്. മുൻപൊക്കെ തീവ്ര മഴ പെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഇപ്പോൾ ഏതായാലും വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ്. എന്നാലും യെല്ലോയിൽ നിന്ന് അതിന് മുകളിലേക്കുള്ള അലേർട്ടുകളിലേക്ക് പോയിട്ടില്ല എന്നതും ആളുകളെ സംബന്ധിച്ച് ആശ്വാസമാണ്. എങ്കിലും മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായ കാറ്റ് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വൈകിട്ട് പെരുമണ്ണയിൽ ഒരു വീടിന് മുകളിൽ മരം വീണ വീടിന് കേടുപാട് സംഭവിച്ചിരുന്നു. വീട്ടിൽ ഒരാൾ ഉണ്ടായിരുന്ന സമയത്താണ് ആ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരം. നമ്മളിപ്പോൾ മലയോര മേഖലയിലാണ്, താമരശ്ശേരിയിലാണ് ഉള്ളത്. നാശനഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ മേഖലയിൽ ഉള്ളത് എന്നതാണ്. പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുണ്ട് മഴ? രാത്രി നല്ല ശക്തമായിട്ടുള്ള മഴ ആയിരുന്നു, അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു. എന്നാലും അനിഷ്ട സംഭവങ്ങളൊന്നും സാധാരണ പോലെ ഇന്നലെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇനിയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. നല്ലൊരു മഴ പെയ്ത് തോർന്നു. നല്ലൊരു മഴ പെയ്ത് തോർന്നു. ഈ നേരം വെളുക്കുന്ന വരെ മഴ ഉണ്ടായിരുന്നു. പിന്നെ നാശനഷ്ടങ്ങൾ നിലവിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തന്നെ മഴ തുടരുകയാണെങ്കിൽ നമ്മുടെ പ്രദേശമാണ് പിന്നെ ഈ മണ്ണിടിച്ചിലും ഈ പാറക്കെട്ടുകൾ ഇടിഞ്ഞ് വീഴുന്ന എല്ലാ ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു ജാഗ്രത ഇങ്ങനെ ജനങ്ങൾക്കുണ്ട്, പിന്നെ അധികാരികൾക്കൊക്കെ ഉണ്ട്. ഇതാണ്. ഏതായാലും ജാഗ്രത തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയോ അല്ലെങ്കിൽ മറ്റു മുന്നറിയിപ്പുകളോ ഇല്ല. യെല്ലോ അലേർട്ടിൻ്റെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന എല്ലാ ജാഗ്രതയും ജനങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശക്തമായ മഴ തുടരുകയാണ്. ശരി രാഹുൽ. എന്തായാലും കോഴിക്കോട്ടെ കാര്യങ്ങളാണ് രാഹുൽ പങ്കുവച്ചത്. മഴ തുടരുന്നുണ്ട്. ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പേടിയും ആളുകൾക്കുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു ജാഗ്രത എല്ലാവരും പാലിക്കുക എന്നുള്ളതാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ MS ലിഷോയുണ്ട്. ലിഷോയ്, തൃശ്ശൂരിലെ മഴ എങ്ങനെയാണ്? ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും കൊടുത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ നല്ല മഴയായിരുന്നു. രാത്രിയും കനത്ത മഴ തന്നെയായിരുന്നു. ഇന്ന് പുലർച്ചെയും സമാനമായ രീതിക്ക് തന്നെ ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലൊരു പ്രത്യേകത. അതായത് ശക്തമായ മഴ പെയ്ത ശേഷം കുറച്ച് സമയം ആ തോർച്ചയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ എല്ലായിടങ്ങളിലും മലയോര മേഖലകളിലായാലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ മഴ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. അത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ശക്തമായ മഴയിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വൈകുന്നേരത്തോടു കൂടി ആ വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെയോ ഒന്നും തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിലും എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. കാരണം മറ്റൊന്നുമല്ല,
ഈ ശക്തമായ മഴ ഒരു മണിക്കൂറോളം തുടർന്നാൽ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. അത് ഏകദേശം 1.5 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിലാണ് അത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നും മഴ പെയ്യുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും മറ്റേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെയില്ല. സാധാരണഗതിയിൽ കാറ്റൊരു വെല്ലുവിളിയായിട്ടുണ്ടോ ലിഷോയ്? കാരണം പലയിടങ്ങളിലും കാറ്റ് അതിശക്തമായിട്ട് വീശുന്നുണ്ട്, മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ കാറ്റ് വില്ലനാകുന്നുണ്ടോ? 2 ദിവസങ്ങൾക്ക് മുൻപ് കുന്നംകുളം മേഖലയിൽ മിന്നൽ ചുഴലി വീശിയിരുന്നു. അത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി കാറ്റിൻ്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ മിന്നൽ ചുഴലിയോ അല്ലെങ്കിൽ ചുഴലി മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്കുള്ള കാറ്റോ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരേക്ക് മലയോര മേഖലകളിലായാലും എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്കും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇടവിട്ടുള്ള മഴയാണ്, അതിശക്തമായ മഴ പെയ്യുന്നു, കുറച്ച് സമയം ഇടവേള വരുന്നു, വീണ്ടും മഴ പെയ്യുന്നു എന്നൊരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. ഈ മഴ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വീട്ടിലിരുന്ന് ഒരു കംഫർട്ടബിൾ പ്ലേസിലിരുന്ന് മഴ കാണാൻ നല്ല രസമാണ്, കട്ടൻ ചായയൊക്കെ കുടിച്ച് അല്ലേ, പാട്ടൊക്കെ കേട്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് ജീവിതങ്ങൾ പുറത്തുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇടവിട്ടുള്ള മഴകളൊന്ന് ജോലിക്ക് പോകാൻ, ഇപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ആളുകളാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 2 തലമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ. ഒരു വിഭാഗം ആളുകൾ മഴയെ വരാൻ ആഗ്രഹിക്കും, മഴയെ പറ്റി കവിത എഴുതും അല്ലേ. പക്ഷെ ചില ആളുകൾ അതിനെ ഒരു വേദനയോടെ നൊമ്പരമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് വാസ്തവം.